ചില സീറ ഗ്രന്ഥകാരന്മാർ ഉദ്ധരിക്കുന്നത് പോലെ ഏകദേശം 67 ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായി അന്ന് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതിൽ അധികവും സ്വതന്ത്രരായ ആളുകൾ തന്നെയായിരുന്നു. 13 അടിമകളാണ് അന്ന് ഈ 67 ഉണ്ടായിരുന്നത്. അന്ന് ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂടാൻ തിരഞ്ഞെടുത്തിരുന്ന സ്ഥലം, അന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ, രഹസ്യമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൂടാൻ കഴിയുള്ളൂ. ഏതെങ്കിലും അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും വഹി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് സ്വഹാബികൾക്ക് അറിയണമെങ്കിൽ രഹസ്യമായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് വേണം. ദാറുൽ അർഖം, ഈ ദാറുൽ അർഖം എന്ന് പറയുന്നത് കാബയുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തുള്ള വീടാണ്, അർഖമിൻ്റെ വീട്. അർഖം എന്ന സ്വഹാബി 16 വയസ്സേ ഉള്ളൂ എന്ന് അദ്ദേഹം മുസ്ലിം ആകുമ്പോൾ. അദ്ദേഹം മുസ്ലിമായി അദ്ദേഹത്തിൻ്റെ വീട് തിരഞ്ഞെടുത്തതിൽ ഒരുപാട് ഖൈർ ഇസ്ലാമിനുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യത്തെ കേന്ദ്രമാണ്, ഒരു സെൻറ്ററാണ് ദാറുൽ അർഖം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹറമിൽ പോലും പ്രവാചകൻ എന്ന് അറിഞ്ഞതിന് ശേഷം, പ്രവാചകൻ പരസ്യമായി പ്രബോധിച്ചതിന് ശേഷം ഒന്ന് നിസ്കരിക്കണമെങ്കിൽ മുശ്രിക്കീങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് രഹസ്യ പ്രബോധനത്തിൻ്റെ കാലത്തിൽ മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് സൊഫാ കുന്നിലുള്ള അർഖം ഇബ്നു അബിൽ അർഖം എന്ന് പറയുന്ന സ്വഹാബിയുടെ വീട്ടിലാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അന്ന് മുസ്ലിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒന്ന്, അർഖം റളിയല്ലാഹു അൻഹു ചെറിയ ആളാണ്, 16 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ആളുകളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും മീറ്റിംഗ് നടക്കുമ്പോഴാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുക. ചെറിയ കുട്ടീൻ്റെ വീട്ടിൽ എന്ത് നടക്കാനാ, ചെറിയ കുട്ടീൻ്റെ അവിടെ ആളുകൾ സ്വാഭാവികം ശ്രദ്ധിക്കില്ല എന്നൊരു കാര്യമുണ്ടായിരുന്നു. മറ്റൊന്ന്, സൊഫാ കുന്നിൻ്റെ അടുക്കലാണ്, ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ്. തിരക്കുള്ള സ്ഥലത്ത് എന്താണ് സാധാരണ ആളുകൾ പറയാറുണ്ട് ഏറ്റവും നല്ലപോലെ രഹസ്യം പറയാൻ പറ്റുന്നത് എല്ലാവരുടെയും നടുക്കിരുന്നാണ്, ജനമധ്യത്തിലാണ്. റോഡിലിറങ്ങി നമ്മൾ സാധാരണ പോലെ സംസാരിച്ച് ആരും ശ്രദ്ധിക്കൂല. രഹസ്യമായിട്ട് പറയുമ്പോഴാണല്ലോ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. സാധാരണ പോലെ ഒച്ചത്തിൽ നമ്മൾ അങ്ങാടിയിലിരുന്ന് പറഞ്ഞാൽ അതൊരു രഹസ്യമാണെന്ന് തന്നെ ആളുകൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കില്ല. അപ്പോൾ അന്ന് ഈ തിരക്കിനിടയിൽ ആ വീട്ടിലേക്ക് കയറാനും പോകാനും, ആ തിരക്കിനിടയിൽ ഇവർ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് പേര് ഒരുമിച്ച് കൂടുന്നത് ആരും ശ്രദ്ധിച്ചില്ല എന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രഹസ്യമായി, വളരെ കുറച്ച് ആളുകൾ മാത്രം സഹായികളായി മാത്രം ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ഒറ്റക്കായി തുടർന്നുകൊണ്ടിരുന്നു എന്ന് കാണാൻ കഴിയും. ഒറ്റക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയത്. സ്വഹാബികളും അങ്ങനെ തന്നെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒറ്റക്ക് കാണുമ്പോഴൊക്കെ, അത് നമുക്കും അതിൽ വലിയ പാഠമുണ്ട്. ഒറ്റക്ക് പ്രബോധനം നടത്തുക എന്ന് പറയുന്നത് ഒരു മുതൽ മുടക്കും ഒന്നും ആവശ്യമില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ പോകുമ്പോഴൊക്കെ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത് പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് പോലെ, റസൂൽ അന്ന് ചെയ്തിരുന്നത് എന്താണ്? പരസ്യമായി പ്രബോധനം നടത്താൻ കഴിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൽപ്പിച്ചിട്ടില്ല. ഹജ്ജിന് വരും, മക്കയിലെ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒറ്റക്ക് ആരെങ്കിലും കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾ പോയി സംസാരിക്കും. ഒറ്റക്ക് ആരെങ്കിലും എവിടെയെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ പോകും. പറയാൻ പറ്റുന്ന, ചതിക്കില്ല എന്നുറപ്പുള്ള, വഞ്ചിക്കില്ല എന്നുറപ്പുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ബുദ്ധിയും ചിന്തിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ഇസ്ലാമിൻ്റെ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ശ്രമിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഇസ്ലാമിക പ്രബോധനം ആദ്യകാലത്ത് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്ന നിലയിൽ വ്യക്തിപരമായി നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എന്താണോ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത് അത് ശരിയായി മനസ്സിലാക്കുകയും അത് വ്യക്തികളിലൂടെ തന്നെ പ്രബോധനം ചെയ്യുക എന്നത് നമ്മുടെ ഒരു കടമയായി കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രത്തിൽ നിന്നൊക്കെ ഏറ്റവും വലിയ പാഠങ്ങൾ ആ രൂപത്തിൽ അതിനായി നമുക്ക് ലഭിക്കും എന്നതുകൂടി ഈ സീറ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം ഏകദേശം 3 കൊല്ലം നീണ്ടു നിന്നു. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ ജീവിക്കുന്നത് 23 കൊല്ലമാണ് പ്രവാചകനായി. അതിൽ 13 കൊല്ലം മക്കയിലാണ്, 10 കൊല്ലം മദീനയിലാണ്. മക്കയിൽ തന്നെ ആദ്യത്തെ ഈ 3 കൊല്ലം രഹസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടമാണ്. രഹസ്യമായി പരസ്യമായി പ്രബോധനം ചെയ്യാതെ ഇതുപോലുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ അംർ ബിൻ അബസയെ പോലെയുള്ള ആളുകളൊക്കെ രഹസ്യമായി അറിയുകയാണ്.
അന്ന് സത്യം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ അവരിലൂടെ പകർന്നു കിട്ടി. കുറച്ച് അടിമകളും അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഇവരെയൊക്കെ പോലെയുള്ള ആളുകളുടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നായി ഇസ്ലാം അങ്ങനെ വളരെ ശക്തിയില്ലാതെ തന്നെ ഉള്ളിലൂടെ മാത്രം പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഈ 3 കൊല്ലം. ഈ 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ ഘട്ടങ്ങളാണ് സൂചിപ്പിക്കുക. ഒന്നാമത്തെ ഘട്ടമാണ് ഈ രഹസ്യ പ്രബോധന ഘട്ടം. 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അവതരിപ്പിക്കുകയും ആ ആയത്തിലൂടെ പ്രവാചകന്റെ അടുത്ത ഖുറൈശികളായ ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്യ പ്രബോധനത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുമതി നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മുടെ കണക്കിൽ ഇപ്പോൾ 53 വയസ്സായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നിർവഹിച്ചു. ഇതിനിടയിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരുടെയൊക്കെ പേരുകൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. വിശുദ്ധ ഖുർആനിലൂടെ റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. സൂറത്തുൽ ഹദീദിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൊത്തത്തിൽ മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞത്, മുഹാജിറുകൾ ഒരു വശത്തുണ്ട് എങ്കിൽ അൻസാരികൾ മറ്റൊരു വശത്തുമുണ്ട് എങ്കിൽ ആർക്കാണ് സ്ഥാനം കൂടുതൽ? മുഹാജിറുകൾക്കാണ്. കാരണം അവർ എല്ലാം ഒഴിവാക്കി ആരും കൂടെ ഇല്ലാതിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച ആളുകളാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. ഇത് പറയുന്നത് മക്ക വിജയത്തിന് മുമ്പുള്ള ആളുകളെ കുറിച്ചാണ്. മുഹാജിറുകളെയും അൻസാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയൊക്കെ ലഭിച്ച് മക്ക കീഴടങ്ങിയതിന് മുൻപ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച ആളുകളും മക്ക കീഴടങ്ങിയതിന് ശേഷം അള്ളാഹുവിൽ വിശ്വസിക്കുകയും പിന്നീട് ദീനിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത ആളുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരൊരിക്കലും തുല്യരാവുകയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അങ്ങനെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മക്ക വിജയിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇസ്ലാമിലേക്ക് വന്നു. അവരിൽ തന്നെ മുഹാജിറുകൾക്ക് പ്രത്യേകതയുണ്ട്. മുഹാജിറുകളിൽ തന്നെ അസ്സാബിഖൂനൽ അവ്വലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ആളുകൾ, നമ്മൾ ഈ പറഞ്ഞ ആളുകൾ, ആദ്യത്തെ ആളുകൾ, അസ്സാബിഖൂൻ എന്ന് പറഞ്ഞാൽ മുൻകടന്നവർ, അൽ അവ്വലൂൻ ആദ്യം മുൻകടന്നവർ, ഈ പറയപ്പെട്ട ആൾ, അവർക്ക് വളരെ പ്രത്യേകതയാണ്. അവരിൽ തന്നെ അശറത്തുൽ മുബശ്ശിരീങ്ങൾക്ക് അതിനേക്കാൾ പ്രത്യേകതയുണ്ട്. അവരിൽ തന്നെ 4 ഖലീഫമാർക്ക് അതിനേക്കാൾ പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിലെ സ്വഹാബികൾക്കിടയിലുള്ള സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും മുൻഗാമികളായ സ്വഹാബികളെപ്പോലെ ഈമാനികമായും എല്ലാ രംഗത്തും ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാനും ജീവിതത്തിൽ ദീനിനു വേണ്ടി മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കാനും എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ അർപ്പിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പ്രവാചക ജീവിതം പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.